കാരുണ്യാമൃതവാരിധിം കരളസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദംഭോജം വരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മാരുതിം നമതരാക്ഷസന്തതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 4-ാം സർഗം, സേനാപ്രസ്ഥാനം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. രാമൻ വാനര സൈന്യത്തോടുകൂടി ലങ്കയിലേക്ക് പുറപ്പെടുന്നതാണ് അവിടെ പറയുന്നത്. ഹനുമാൻ്റെ സംഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കേട്ടത്. അതിനുശേഷം രാമൻ പറഞ്ഞു, ആ ഘോരരാവണനെ വധിക്കുന്നതിനായി ലങ്കാപുരിയെ പറ്റിയൊക്കെ നീ പറഞ്ഞുവല്ലോ, അത് ഉടനെ ഞാൻ നശിപ്പിക്കുന്നതാണ്. ഇതാ ഞാൻ സത്യം ചെയ്യുകയാണ്. സുഗ്രീവ, ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാം. വിജയപ്രദമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത്. സൂര്യൻ ആകാശമധ്യത്തിലെത്തിയിരിക്കുന്നുണ്ട്. സീതയെ അപഹരിച്ചിട്ട് അവൻ ജീവനോടെ എവിടെ പോവും? എൻ്റെ പുറപ്പാട് കേട്ടാൽ തന്നെ അസന്ന മൃത്യുവായ ഒരാൾ അമൃതം തൊടുകയും കുടിക്കുകയും ചെയ്യാൻ എപ്രകാരമാണോ മുക്തനാകുന്നത്, അതുപോലെ സീത സന്തുഷ്ടയായിത്തീരും. നല്ല ഇന്ന് ഉത്രം നാളാണ്, നാളെ അത്തമാണ്. സുഗ്രീവ, പടയെല്ലാം ഒത്ത് നമുക്ക് പുറപ്പെടാം. നല്ല നിമിത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവണനെ കൊന്ന് ഞാൻ സീതയെ കൊണ്ടുപോരും. ഇഷ്ടലാഭവും വിജയവും സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ കണ്ണിൻ്റെ മേൽഭാഗം തുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സുഗ്രീവൻ ഉടനെ രാമനോട് മറുപടിയായിട്ട് വീണ്ടും പറഞ്ഞു, വേഗമേറിയ 100,000 വാനരന്മാരോടൊപ്പം വഴി പരിശോധിക്കാൻ നീലൻ മുന്നിൽ പോകട്ടെ. സേനാധിപതിയായ നീല കായും കിഴങ്ങും കുളിർനീരുമൊക്കെ എവിടെയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ഒക്കെ ഉള്ളതാണ് ഈ വനങ്ങൾ. അവർ ഈ ഫലങ്ങളോ അല്ലെങ്കിൽ ജലമോ ഒക്കെ ദുഷിപ്പിച്ചേക്കാം. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങ് വളരെ ജാഗരൂകനായിട്ട് മുന്നിൽ തന്നെ പോകണം. അതുപോലെ ആരെങ്കിലുമൊക്കെ കാടുകളിൽ ഒളിച്ചിരുന്ന് നമ്മുടെ ശത്രുക്കൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കണം. അതുപോലെ അതിൻ്റെ പിന്നിലെ മഹാബലനായ ഗവേനും ഗവാക്ഷനും ഗജനും ഒക്കെ പോകട്ടെ. അതിനുശേഷം ഋഷഭൻ പോകട്ടെ. പിന്നെ ഗന്ധമാധനൻ ഇടതുവശം പരിപാലിച്ചുകൊണ്ട് പോകട്ടെ. അങ്ങനെ അവയുടെ നടുക്ക് ഇന്ദ്രനെ ഇരാവതത്തിന്മേലെന്ന പോലെ ഹനുമാൻ്റെ ചുമലിലേറി രാമനും അന്തകതുല്യനായ ലക്ഷ്മണൻ ആ സർവഭൗമം എന്ന ആനമേൽ എപ്രകാരമാണോ വൈശ്രവണൻ സഞ്ചരിക്കുന്നത്, അതുപോലെ അങ്കദൻ്റെ പുറത്തേറി യാത്ര ചെയ്യട്ടെ. ജാമ്പവാൻ, സുഷേണൻ, ഏകദർശി ഇവർ 3 പേരും ആ സൈന്യത്തിൻ്റെ പിൻഭാഗവും കാക്കട്ടെ എന്ന് സുഗ്രീവൻ്റെ വാക്കുകൾക്ക് മറുപടിയായിട്ട് രാമചന്ദ്രൻ നിർദ്ദേശിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ സുഗ്രീവൻ വാനരന്മാർക്ക് ആജ്ഞ നൽകി. അതനുസരിച്ച് അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വലിയ മുദ്രാവാക്യം വിളികളൊക്കെ ആയിട്ട് രാവണനെ കൊല്ലണം, ആ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെയൊക്കെ നമുക്ക് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങളുമൊക്കെ മുഴക്കിക്കൊണ്ട് അവരുടെ യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു എന്ന് പറയുകയാണ്. ഋഷഭനും നീലനും കുമുദനും അവരൊക്കെ മുന്നിൽ വഴി പരിശോധിച്ചുകൊണ്ട് അങ്ങനെ പോയി എന്ന് പറയുന്നു. അതിൻ്റെ പിന്നാലെ ശതബലി എന്ന് പറയുന്ന വാനരൻ വലിയ ആ സൈന്യത്തിനെയും കൊണ്ട് നടന്നു. കേസരി, പനസൻ, ഗജൻ, അർക്കൻ, പിന്നെ സുഷേണൻ, ജാമ്പവാൻ ഇവരെല്ലാവരും അവരെ പിന്തുടർന്നു. എല്ലാവരുടെയും സേനാധിപതിയായ നീലനാണ് സേനയെ നിയന്ത്രിച്ചത്. ദരീമുഖൻ, പ്രചങ്കൻ, ജംഭൻ, രഭസമർക്കടൻ എന്നീ വീരന്മാരും ഇവരെയൊക്കെ സഹായിക്കുന്നതിനായിട്ട് അങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി എന്ന് പറയാണ്. അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് സൂര്യചന്ദ്രന്മാരെ പോലെ ആ രാമലക്ഷ്മണന്മാരെ ശോഭിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ അവരാ തെക്കേ ദിക്കിലേക്ക് പോയി. അങ്കദൻ്റെ മുകളിലാണ്, അങ്കദനാണ് ലക്ഷ്മണകുമാരനെ വഹിക്കുന്നത്. രാമനെ വഹിക്കുന്നത് ഹനുമാനും. ആ ലക്ഷ്മണൻ രാമനോട് വേഗം രാവണനെ കൊന്ന് അപഹരിക്കപ്പെട്ട സീതയെ വീണ്ടെടുത്ത് കൃതാർത്ഥനായി അങ്ങ് സമ്പൽ സമൃദ്ധമായ അയോധ്യയിലേക്ക് മടങ്ങും. അല്ലേ രാമചന്ദ്ര, അങ്ങയുടെ കാര്യം സാധിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ശോഭനങ്ങളും വിശിഷ്ടങ്ങളുമായ നിമിത്തങ്ങൾ തന്നെയാണ് എനിക്കും കാണാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ ആ നിമിത്തങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇക്ഷ്വാകുക്കളുടെ വംശത്തിൻ്റെ നക്ഷത്രമാണ് വിശാഖം. ആ വിശാഖ നക്ഷത്രം ഗ്രഹണങ്ങളുടെ ഒന്നും ആക്രമണമില്ലാതെ വളരെ ശുദ്ധമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. രാക്ഷസന്മാരുടെ നക്ഷത്രമായ ആ നൈരുതമാണെങ്കിൽ അത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെടിയ ധൂമകേതുവിൻ്റെ സ്പർശം മൂലം അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ അവരുടെ നാശത്തിന് തന്നെയുള്ള സൂചനകളാണ് ഇവിടെ കാണുന്നത്. കാടുകളിൽ പഴങ്ങളൊക്കെ അതാത് ഋതുവിനനുസരിച്ച് പൂക്കളന്തിയ മരങ്ങളിൽ നിന്ന് സുഗന്ധം പരത്തിക്കൊണ്ട് ആണ് കാണുന്നത്. ഇങ്ങനെ സഹോദരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ സന്തുഷ്ടനായി തീർന്നു എന്ന് പറയാണ്. ആ ഭൂമി മുഴുവൻ വാനരസേനയെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. നഖങ്ങളും ദംഷ്ട്രങ്ങളുമൊക്കെ ആയുധങ്ങളായിട്ടുള്ള ആ കരടികളും വാനരങ്ങളും ശബ്ദൂലങ്ങളും ഒക്കെ കൈനഖം കൊണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ബഹളം ഉണ്ടാക്കി പൊട്ടിപ്പറപ്പിച്ച് ആ മുകിൽ കാർമേഘക്കൂട്ടം എപ്രകാരമാണോ ആകാശത്തിനെ മൂടുന്നത്, അതുപോലെ തന്നെ ഇവരുടെ ഈ സഞ്ചാരപഥത്തിലെ പൊടികൊണ്ട് ആകാശപദവിയെ മൂടിക്കൊണ്ട് അവർ നടന്നു എന്ന് പറയാണ്. രാമകാര്യത്തിൽ അത്യന്തം ഉത്സാഹം കൊണ്ട വനരന്മാർ വളരെ സന്തുഷ്ടന്മാരായിട്ട് വായുവിൻ്റെ വേഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറയാണ്. ഇടയ്ക്ക് അവർ പല പല ഗോഷ്ഠികളുമൊക്കെ കാണിക്കും. അങ്ങനെ ആ പെരുമ്പട രാവും പകലും എന്നില്ലാതെ സഞ്ചരിക്കുകയായിരുന്നു. ചെമ്പകം, മയിലെണ്ണ്, മാവ്, അശോകം, കരിനെച്ചി, തിനിശം, കരവീരം എന്നിവ പോലെ ഉള്ള ചെറിയ ചെറിയ മരങ്ങളെയൊക്കെ ആ മർക്കടന്മാർ തകർത്തു. അങ്കോല, മുങ്ങ്, ഞാവല്, പേരാല്, കടമ്പ്, നെല്ലി, വേപ്പ് ഇവയെയും അവർ ഒടിച്ച് തകർത്തു. അങ്ങനെ അതിലൂടെ കട്ടുമരങ്ങളൊക്കെ ഒടിച്ച് തകർത്തുകൊണ്ട് അവിടെ ഉള്ള മറ്റ് ചെടികളെയുമൊക്കെ പറ്റി പറയാണ്. കൈത, കരിനെച്ചി, വാസന്തിമുല്ല, കുരുക്കുത്തിമുല്ല തുടങ്ങിയ മുല്ലകൾ, ഉങ്ങ്, ഇരിപ്പ, തൊടുകാര, ഇലഞ്ഞി, രക്തചന്ദനം, മഞ്ചാടി, പൂത്ത പുന്നമരം, മാവ്, പുപ്പാതിരി, പൂത്ത മന്ദാരം, മുജിലിന്തം, നീർമരുത്, ഇരുള്, കുടകപ്പാല, ഈന്തപ്പന, തൊടുകാര ഇങ്ങനെ അവർ ആ പോകുന്ന പാതയിലുള്ള വൃക്ഷങ്ങളെ വർണ്ണിക്കുന്നു. പിന്നെ കടുവകൾ, മാനുകൾ, പന്നികൾ, ചെറുപുലികൾ, സിംഹങ്ങൾ അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട് വഴിയിൽ. പിന്നെ താമരകളാണെങ്കിൽ നീലത്താമരയുണ്ട്, വെള്ളത്താമരയുണ്ട്, പച്ച ചുവന്ന താമരയുണ്ട്, അമ്പലുണ്ട്, കരിങ്കൂകളുണ്ട്. പിന്നെ നദികളിലുണ്ടാകുന്ന പലതരം പൂക്കൾ ഇവ കൊണ്ടൊക്കെ മനോഹരമായ ജലാശയങ്ങളും ആ മാർഗത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവിടെയൊക്കെ കുളിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആ വനരന്മാർ സഞ്ചരിച്ചത്. അതുപോലെ തേൻ ഉതിരുന്ന ഫലങ്ങളാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അതുപോലെ ചില കിഴങ്ങുകളൊക്കെ പറിച്ചവർ തിന്നിരുന്നു. ഇങ്ങനെ തേനും ഇതൊക്കെ കഴിച്ച് വളരെ മതമത്തന്മാരായിട്ട് അവർ ആ സമുദ്രതീരത്തിൽ മഹേന്ദ്രപർവ്വതത്തിലെത്തി എന്ന് പറയുകയാണ്. സുഗ്രീവ അവിടെ ചെന്നപ്പോൾ രാമൻ ആ സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞു, സുഗ്രീവ, ഇതാ നാം കടലിൻ്റെ അടുത്ത് എത്തിപ്പോയി. ഇനിയിപ്പോൾ ചിന്ത നമുക്ക് മുമ്പുണ്ടായിരുന്നത് തന്നെ. ഇനി അങ്ങോട്ട് നദീപതിയായ കരാളക്കടലാണ്. അതെങ്ങനെ നമുക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാം. ഈ വനരസൈന്യത്തിനെ എങ്ങനെ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സേനയ്ക്ക് താവളമടിക്കാൻ വേണ്ട കൽപ്പനയൊക്കെ കൊടുത്ത് ആ സേനയൊക്കെ അവിടെ രഹസ്യാന്വേഷണം വേണ്ടവർ, രഹസ്യക്കാവൽ വേണ്ടവർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരവിടെ താമസിക്കട്ടെ എന്നൊക്കെ രാമൻ ലക്ഷ്മണൻ സുഗ്രീവനെ നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് സുഗ്രീവ നിർദ്ദേശം അനുസരിച്ച് അവരൊക്കെ അവിടെ തമ്പടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. ചന്ദ്രോദയത്തിലെ ചന്ദ്രപ്രതിബിംബങ്ങൾ കൊണ്ട് വ്യക്തമായിട്ടുള്ള ആ സമുദ്രത്തിനെ കൊടുങ്കാറ്റ് പോലെ വേഗമേറിയ മുതലകൾ, മറ്റ് ജലജന്തുക്കൾ, തിമിംഗലങ്ങൾ ഇങ്ങനെ എല്ലാവരുമുള്ള സമുദ്രത്തിനെ നോക്കിക്കൊണ്ട് അവർ ആ സമുദ്രതീരത്ത് അത്ഭുതത്തോടുകൂടി അങ്ങനെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.